ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തെറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് AMCS FNCKയിലെ പുതിയൊരു അപ്ഡേറ്റ് പറയാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് കുട്ടികൾ കമന്റിൽ ചോദിച്ചതാണ് സിക്സ്ത് അലോട്ട്മെന്റ് ഉണ്ടോ എന്നുള്ളത്. എന്നാൽ സിക്സ്ത് അലോട്ട്മെന്റ് ഉണ്ട്. അതിന് മുന്നോടിയായിട്ട് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികൾ എങ്ങനെയാണ് സിക്സ്ത് അലോട്ട്മെന്റിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത്, അതുപോലെ ഇതുവരെയും അലോട്ട്മെന്റ് കിട്ടാത്ത കുട്ടികൾ എങ്ങനെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയിട്ടുള്ള വീഡിയോയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. സിക്സ്ത് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുന്നത് ഒക്ടോബർ 21 തീയതിയാണ്. ഇത് നമ്മുടെ സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. പല കുട്ടികളും ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, കോളേജ് ജോയിനിങ് ആൻഡ് നോട്ട് ജോയിൻഡ് ലിസ്റ്റ് കാണിക്കുന്നില്ലല്ലോ എന്നുള്ളത്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ AMCS FNCKയിൽ സിക്സ്ത് അലോട്ട്മെന്റിന് വേണ്ടി പുതുതായിട്ട് ഓപ്ഷൻസ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ആദ്യം ഏത് ഓപ്ഷൻസ് ആണോ കൊടുത്തിട്ടുള്ളത് അത് തന്നെയാണ് മുന്നോട്ട് പരിഗണിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ജോയിൻഡ് ആൻഡ് നോട്ട് ജോയിൻഡ് കോളേജ് ലിസ്റ്റ് വന്നില്ലെന്ന് വരും. അതിൽ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇതുവരെയും അലോട്ട്മെന്റ് കിട്ടാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സിക്സ്ത് അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക എന്നതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. എന്നാൽ അലോട്ട്മെന്റ് കിട്ടി ഓൾറെഡി അഡ്മിഷൻ എടുത്ത കുട്ടി ആണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ, ആദ്യം നിങ്ങൾ കോളേജിൽ നിങ്ങൾ ഹയർ ഓപ്ഷൻ വെച്ച് ഈ ഒരു അസോസിയേഷൻ വഴി അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്നുണ്ട് എന്നത് കോളേജിൽ അറിയിക്കുക. കാരണം ചില കോളേജസ് പെർമിഷൻ തരാനും ചില കോളേജസ് പെർമിഷൻ തരാതിരിക്കാനും ഉള്ള ചാൻസുകളുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം കോളേജിൽ നിന്നും പെർമിഷൻ എടുത്തിട്ട് വേണം അലോട്ട്മെന്റിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട്. അതിനുവേണ്ടി നിങ്ങളുടെ പ്രൊഫൈലിൽ ഒരു കൺഫേം ബട്ടൺ, അതായത് മുന്നോട്ട് നിങ്ങൾക്ക് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കൺഫേം ബട്ടൺ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലൊരു കൺഫേം കൊടുക്കേണ്ടതാണ്. ഇത് ഹയർ ഓപ്ഷൻസിന് വേണ്ടി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി കൺഫേം കൊടുക്കേണ്ടതാണ്. ഇങ്ങനെ ഒരു കൺഫർമേഷൻ ടൈം നമ്മൾക്ക് മുന്നോടിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു അലോട്ട്മെന്റിന് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് കൺഫേം കൊടുക്കാത്ത കുട്ടികളുണ്ട്. അവരെ മുന്നോട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിച്ചിട്ടില്ല. അതുപോലെ തന്നെ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇപ്പോൾ കൺഫേം കൊടുത്താലും അവൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല. അതുപോലെ ഇതിന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന കുട്ടികൾ വേറൊരു ഓപ്ഷൻസും കൂടി നോക്കുക. കാരണം നമുക്ക് സീറ്റ് വാക്കൻസീസ് ഒക്കെ വളരെ കുറവാണ്. ഓരോ അലോട്ട്മെന്റ് കഴിയുമ്പോഴും കുറഞ്ഞു വരികയാണ്. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് അപ്ഡേഷൻസ് ഷെയർ ചെയ്യുക. നെക്സ്റ്റ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.